ഇവിടെ രണ്ടുപേര് നൂറുകണക്കിന് സ്റ്റീൽ പൈപ്പുകൾ നടുകടലിൽ കൂടി കൊണ്ടുപോവാണ്. അവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് കടലിന്റെ നടുവിൽ ഒരു പുതിയ നാട് അവർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരാൾ ചെന്ന് ആ പൈപ്പിന്റെ മേലെ കയറി ഇരുന്നിട്ട് അതിന്റെ മൂടി ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ വെള്ളം കയറി അത് മുങ്ങി ഒരു തൂണ് പോലെ നിൽക്കുകയാണ്. അതിനുശേഷം അവർ കൊണ്ടുവന്ന എല്ലാ പൈപ്പും അതുപോലെ മുക്കി തൂണുകൾ പോലെ ആക്കിയിട്ട് 700 മീറ്ററോളം വരുന്ന ഒരു ഐലൻഡ് കിട്ടുന്നു. അങ്ങനെ അവർക്ക് ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അവർ രണ്ട് വാട്ടർ ഡ്രില്ലിംഗ് എക്സ്പെർട്ടിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പല പ്രൊസീജിയറുകൾ ചെയ്ത് അവസാനം അവിടെ കുടിവെള്ളം വരുത്തുകയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിൽ നിന്ന സമയത്ത് അതുവഴി വന്നൊരു കോസ്റ്റ് ഗാർഡ് ബോട്ട് അവരെ കണ്ട് നടുകടലിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് വാരിക്കെട്ടി വേഗം സ്ഥലം വിട്ടു എന്ന് പറയുന്നു. എന്നാൽ അവർ അതൊന്നും കേട്ട് പേടിക്കാതെ ഞങ്ങൾ നിങ്ങളെ നാടിന്റെ ബോർഡറിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൂടാതെ ഞങ്ങളെ പറഞ്ഞുവിടാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ്. പക്ഷെ അന്ന് രാത്രി ഭയങ്കര കാറ്റും മഴയും വന്ന് അവരെ റെഡിയാക്കി എല്ലാം പറന്നു പോവാണ്. ആ സമയം ഒരു ചെറിയ ബോട്ടിൽ ഒരാൾ വന്നിട്ട് അവരോട് സഹായം ചോദിക്കുകയാണ്. അപ്പൊ അവരുടെ നല്ല നേരം ആയതുകൊണ്ട് വന്ന ആള് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അയാളെയും അവര് ഹെൽപ്പിന് വിളിച്ച് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവിടെ ഒരു വീട് കെട്ടാണ്. അങ്ങനെ ഇതറിഞ്ഞൊരു കോടീശ്വരൻ ഐലൻഡിലേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുന്നു. ഇതാരും ശല്യം ചെയ്യാതെ സ്വതന്ത്രമായിട്ട് താമസിക്കുന്ന ഒരു ഐലൻഡ് ആണെന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അയാൾ അവിടെ ഒരു ടൂറിസ്റ്റ് ബോർഡ് വെക്കുകയാണ്. എന്നിട്ട് പിറ്റേന്ന് നോക്കിയാൽ അവരുടെ ഐലൻഡിലേക്ക് ഒരുപാട് ആളുകൾ ടൂറിസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവർ അത് വെച്ച് സമ്പാദിക്കാൻ തുടങ്ങി. പക്ഷെ ഇത് അടുത്ത നാട്ടിലെ ഗവൺമെന്റ് അറിഞ്ഞിട്ട് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി 2 ഓഫീസേഴ്സിനെ അവിടെ അയക്കുന്നു. എന്നാൽ വന്ന ഓഫീസേഴ്സിനും ആ ഐലൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ശേഷം ആ ഐലൻഡിലെ സിറ്റിസൺ ആയിട്ട് ജീവിക്കാൻ തുടങ്ങി.